ഒരാൾ ജനങ്ങളോട് പറഞ്ഞു, ഞാനിന്ന് തീർച്ചയായും ദാനം ചെയ്യും. അതും ഒഴിഞ്ഞ് അയാൾ നടന്നു. അയാൾ നനച്ചതുപോലെ തന്നെ അന്ന് അയാൾ ദാനം നൽകുകയും ചെയ്തു. പക്ഷേ ഒരു കള്ളനായിരുന്നു അയാൾ ദാനം നൽകിയത്. അതറിഞ്ഞ് ജനം പറഞ്ഞു, അയാൾ കള്ളനാണത്രേ ദാനം നൽകിയത്. ആരെങ്കിലും കള്ളന് ദാനം കൊടുക്കുമോ? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അത് കേട്ടപ്പോൾ അയാൾ പ്രതികരിച്ചു, അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും. ഞാൻ ഇന്നും ദാനം ചെയ്യും. അങ്ങനെ പിറ്റേന്നും അയാൾ ദാനം കൊടുത്തു. അതും വളരെയേറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ചു. കാരണം അന്ന് അയാൾ ദാനം നൽകിയത് ഒരു വേശ്യക്കായിരുന്നു. അതറിഞ്ഞതോടെ ജനത്തിൻ്റെ പരിഹാസം കൂടി. അവർ അയാൾക്കു പിറകിൽ അയാളെ കളിയാക്കിക്കൊണ്ടിരുന്നു. വേശ്യയ്ക്ക് ദാനം നൽകുന്നവൻ, എന്തൊരു വിചിത്രനായ ധർമ്മിഷ്ഠൻ! അയാൾ സഹിച്ചു, ക്ഷമിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ടും അയാൾ തൻ്റെ കർമ്മം നിർത്തിയില്ല. പിറ്റേന്നും അയാൾ ദാനം ചെയ്യാനായി പുറത്തിറങ്ങി. ദൗർഭാഗ്യത്തിനോ ഭാഗ്യത്തിനോ എന്നറിയില്ല, അന്ന് അയാൾ ഒരു പണക്കാരനെയാണ് കണ്ടത്. അയാൾ അന്നത്തെ ദാനം ആ പണക്കാരന് നൽകി. അതുകൂടിയായപ്പോൾ ജനം പരിഹാസത്തിൻ്റെ ഉച്ചിയിലെത്തി. അയാൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങവേ, കള്ളനും വേശ്യക്കും പണക്കാരനും ദാനം നൽകിയ മണ്ടൻ. അപ്പോഴും അയാൾ ക്ഷമിച്ചു. പിന്നെ അയാൾ സർവശക്തനായ അള്ളാഹുവിനോട് മനംനൊന്തു പറഞ്ഞു, കള്ളനും വേശ്യക്കും പണക്കാരനും ദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ട്. അള്ളാഹുവേ, നിനക്ക് സ്തുതി. അത് കേട്ടപ്പോൾ ഒരാൾ ഇടയിൽ കയറി വന്ന് പതുക്കെ പറഞ്ഞു, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ദാനം മൂലം കള്ളൻ കളവിൽ നിന്നും വേശ്യ വേശ്യാവൃത്തിയിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. പണക്കാരനാണെങ്കിൽ അതൊരു പാഠമായിരിക്കും. കാരണം നാളെ അയാളും ദാനം ചെയ്യാൻ അത് ഇടയാക്കിയേക്കും.